സന്ധ്യയിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവസ്നേഹത്താലും ക്രിസ്തയേശുവിലുള്ള കൂട്ടായ്മയിലും ഇന്ന് രാത്രിയിൽ നിങ്ങളോടെല്ലാവരോടും ചേർന്ന് വലുവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും വിശേഷാൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളുമായി എന്റെ ശബ്ദം ഓക്കെ ആണോ? Praise the Lord. ഒരു മിനിറ്റ്. സൗണ്ട് ഓക്കെ ആണോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കുഴപ്പമില്ല. അനീഷ് പാസ്റ്ററെ, താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തയേശുവിലുള്ള കൂട്ടായ്മയിലും ദൈവസ്നേഹത്താലും ഇങ്ങനെ ഒരു കൂടിവരവ് ദൈവത്താൽ ലഭ്യമായതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരൻ കർത്താവിന്റെ ദാസൻ ബിജോ പാസ്റ്റർ, ഒപ്പം ഇന്നത്തെ ഈ മീറ്റിംഗിൽ ആരാധനകൾക്ക് നേതൃത്വം വഹിച്ച ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്റർ, ഒപ്പം ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും മറ്റ് അഭിഷിക്തദാസന്മാർ, കർത്തൃദാസിമാർ, വിവിധ സ്ഥല സാഹചര്യങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷാൽ ഇങ്ങനൊരു കൂടിവരവിലേക്ക് ദൈവത്താൽ ആക്കപ്പെട്ടതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്നത് എൻ്റെ പ്രിയ സഹോദരി ഏലപ്പാറയിൽ നിന്ന് പ്രിയ ഷിജിമോളാണ്. കർത്താവിന്റെ ദാസൻ ബിജോ പാസ്റ്റർ ചില ദിവസങ്ങൾക്ക് മുമ്പ് കോണ്ടാക്ട് ചെയ്യുകയും ഇന്ന് ഈ മീറ്റിംഗിൽ ക്ഷണിക്കുകയും ചെയ്തു. ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ. അനീഷ് പാസ്റ്ററെ ഒത്തിരി നാളത്തെ ശേഷം കാണാൻ കഴിഞ്ഞു. സന്തോഷം. കോവിഡ് കാലം തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ആത്മീയ സാഹോദര്യ ബന്ധമാണ്. ആമേൻ. കർത്താവ് വീണ്ടും ഒരു കൂടിക്കാഴ്ച തന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്തുകൊണ്ട് ഞാൻ വളരെ വേഗം പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ആധാരമായി എഫേസ്യ ലേഖനം 3-ാം അധ്യായം, എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എഫേസ്യ ലേഖനം ശബ്ദത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചാല് ബിജോ പാസ്റ്ററെ കേൾക്കാമോ? കൃത്യമായിട്ട് കേൾക്കാമോ? ഓക്കെ, താങ്ക് യു. എഫേസ്യ ലേഖനം 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്താ എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. വളരെ പരിചയമുള്ള മതി. ഓക്കെ, താങ്ക് യു ആന്റി. വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദീർഘമായ ആമുഖങ്ങളിലേക്കോ മറ്റ് ഓരോ വാചകങ്ങൾക്കും ദീർഘമായ വിശുദ്ധീകരണങ്ങളിലേക്കൊന്നും പോകാതെ കർത്താവിന്റെ രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ നിയോഗം തന്ന അതിപ്രധാനമായ ഒരു ഭാഗത്തേക്ക് കടന്നു വന്ന് ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച തിരുവെഴുത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനാ വാചകമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ശ്രദ്ധേയമായ
പ്രാർത്ഥനാ വാചകം. ഈ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ പ്രാർത്ഥനകൾ വെറും പ്രാർത്ഥനകളായി മാത്രം മാറുകയായിരുന്നില്ല. പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ ഒരു വിധത്തിൽ ദൈവത്തോടുള്ള അപേക്ഷകൾ മാത്രമായിരുന്നില്ല. ദൈവത്തോട് അപേക്ഷിച്ചത് ജനത്തോട് ആജ്ഞാപിക്കത്തക്കവണ്ണം മൂല്യമുള്ള ഉപദേശങ്ങളായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥനകൾ. മാത്രമല്ല, പൗലോസിന്റെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും വെറും പ്രസംഗങ്ങളായിരുന്നില്ല, ഉപദേശങ്ങളായിരുന്നില്ല. അത് തന്റെ ജീവിതം കൊണ്ട് താൻ തെളിയിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോടും ദൈവദാസന്മാരോടുമൊക്കെ ഈ ഭാഗത്തിൽ നിന്ന് എനിക്ക് ഒരു പ്രബോധനം പങ്കുവെക്കാനുള്ളത്, കർത്താവിൽ പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വിധത്തിലൊന്ന് ശോധന ചെയ്യണം നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ നിലവാരം. ഞാൻ എപ്പോഴും രസകരമായി എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ ഒരു വിധത്തിൽ ഒരു ബൈബിളിലെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചാൽ ഏത് തലമുറയിൽപ്പെട്ടവരിലേക്കും ആർക്കും എപ്പോഴും കടമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മൂല്യമുള്ള പ്രാർത്ഥനകളാണ് ബൈബിളിലെ പ്രാർത്ഥനകൾ. എന്നാൽ പ്രാർത്ഥനാ വീരന്മാരാണ്, പ്രാർത്ഥനാ വീരമതികളെന്ന് നാം സ്വയം അവകാശപ്പെടുമ്പോഴും നമ്മുടെയൊക്കെ ഈ തലമുറയിലുള്ള ഭൂരിഭാഗം പേരുടെയും പ്രാർത്ഥന, എല്ലാവരുടെയും അല്ല, ഭൂരിഭാഗം പേരുടെയും പ്രാർത്ഥനകൾ അടുത്തൊരു തലമുറയ്ക്ക് അനുകരിക്കാൻ കൊള്ളാത്ത പ്രാർത്ഥനകളാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ കൊള്ളാത്ത, വെറും നമ്മുടെ ആവശ്യങ്ങൾ കുത്തി നിറച്ച, സ്വാർത്ഥതകൾ കുത്തി നിറച്ച, നമ്മളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള പ്രാർത്ഥനകൾ മാത്രമായി മാറുമ്പോൾ ഞാൻ ദൈവജനത്തോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാൻ പാകത്തിനുള്ള ഉപദേശങ്ങളായി, സാക്ഷ്യമായി, പ്രബോധനങ്ങളായി മാറത്തക്കവണ്ണമുള്ള മൂല്യമുള്ള വാചകങ്ങൾ, വെളിപ്പാടുകൾ, ആത്മഭാരം, ദർശനം, ഉപദേശങ്ങൾ, അത് നമ്മൾ പ്രാർത്ഥിച്ചു വിടണം. ഞാന് ഒരു കാര്യം പ്രാരംഭത്തിലേ പറയാം. നമ്മുടെ സർവ്വസാധാരണ കേട്ടുവരുന്ന ഒരു പ്രഭാഷണ ശൈലി ആയിരിക്കില്ല ഇന്ന് രാത്രിയിൽ എനിക്കുള്ളത്. കാരണം ഞങ്ങളിവിടെ ആദിവാസികളുടെ ഇടയ്ക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ഒറീസയിലാണ്, ഇവിടെ ഗ്രാമങ്ങളിലും മറ്റു പ്രിയപ്പെട്ടവരുടെയൊക്കെ ഇടയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെയാണ് ദൈവവചനം പങ്കുവെക്കുന്നത്. ഒരു വിധത്തിൽ ആ ഒരു സ്വാധീനം എന്നെയും ഇവിടുത്തെ പ്രഭാഷണ രീതികൾ നമ്മുടെ നാട്ടിലെ വേഗതയെ കുറച്ചിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ വേഗതയോ കുറവുള്ളൂ, ഉണർവിനൊന്നും കുറവൊന്നുമില്ല. നമ്മൾ ദൈവസന്നിധിയിലാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ബിജോ പാസ്റ്ററെ, നമ്മളായിട്ട് വചനത്തിന് ശക്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല, വചനത്തിന് അതിന്റെ ശക്തിയുണ്ട്. എവിടെയാണ് വചനം അതിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് ചോദിച്ചാൽ, പ്രസംഗകരുടെ അവതരണ ശൈലിയിലോ ശബ്ദവിന്യാസങ്ങളിലോ ഭാവപ്രകടനങ്ങളിലോ ഒന്നുമല്ല. തിരുവെഴുത്ത് ഏത് ഉദ്ദേശത്തോടെ എഴുതപ്പെട്ടോ ആ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് നാം ഇതിനെ പ്രഘോഷിക്കുമ്പോഴും അതേ ശരിയായ ഉദ്ദേശത്തെ ജനം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വചനം അതിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നത്. ഇന്ന് രാത്രിയിലും ദൈവവചനം അതിന്റെ പരമാധികാരം നമ്മൾ വെളിപ്പെടുത്തട്ടെ. അതിനായി നമുക്ക് വിധേയപ്പെടാം. അവതരണ ശൈലികൾക്കപ്പുറത്ത് നമ്മുടെ കർത്താവിന് നമ്മളോട് ഹൃദയംഗമായി സംസാരിക്കാനുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് അടുത്തു വരാം. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വാചകത്തെ ഞാൻ അവിടെ വിടുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുന്നൊരു വാചകം, നമ്മുടെ ഒരു 3 മാസത്തെ പ്രാർത്ഥന ഒന്ന് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കണം. നമ്മൾ 3 മാസം നമ്മുടെ സഭായോഗങ്ങളിലോ അല്ലെ ഉപവാസ പ്രാർത്ഥനകളിലോ മധ്യസ്ഥ പ്രാർത്ഥനകളിലോ മുടിരാത്രി പ്രാർത്ഥനകളിലൊക്കെ നാം ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകങ്ങൾ, ആ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരു പ്രിന്റ് ഔട്ട് എടുത്താൽ ഏതാണ്ട് എല്ലാം ഒരേ വിഷയങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. രാവിലെ പ്രാർത്ഥിച്ച ക്രമമായിരിക്കില്ല ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. രാവിലെ നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം ഉച്ചക്കലത്തെ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് പറയും. അതേ വിഷയം വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അവസാനം പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഓർഡർ ഒന്ന് മാറും എന്നല്ലാതെ
തന്നെയും പിന്നെയും ഏകദേശം ഒരേ സ്വഭാവങ്ങളുള്ള പ്രാർത്ഥനാ വാചകങ്ങളാണ് നമ്മിൽ നിന്ന് ഉയരുന്നത്, അപേക്ഷകളുടെ സ്വരങ്ങൾ. എന്നാൽ അതിനപ്പുറത്ത് ദൈവജനത്തോട് ഒരു കാര്യം പുതിയ നിയമസഭയോട് പറയാനുള്ളത്, കർത്താവിൻ പ്രിയരെ, ആത്മഭാരമുള്ള പ്രാർത്ഥനകളും ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ആത്മനിയോഗമുള്ള പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരണം. അബ്രഹാമിന്റെ പ്രാർത്ഥന ദൈവത്തോട്, ദൈവമേ, നീതിമാന്മാരായി 50 പേരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന ചോദ്യം 50 അത് 40 40 അത് 35 ഒടുവിൽ 10 അവസാനിക്കുമ്പോൾ അബ്രഹാം അവതരിപ്പിച്ച കണക്കിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അബ്രഹാം പറഞ്ഞ നീതിമാന്മാരുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല. ദൈവം പറഞ്ഞു, 10 ഉണ്ടെങ്കിൽ കൊണ്ടുവാ, ഞാൻ ദേശത്തോട് മനസ്സലിയാം, നശിപ്പിക്കയില്ല എന്ന് പറയുമ്പോൾ എന്റെ ചോദ്യം ദൈവത്തോട്, ദൈവമേ, അങ്ങ് ആ പ്രാർത്ഥനയിൽ കണ്ടത് എന്താണ്? അബ്രഹാം അവതരിപ്പിച്ച കണക്കല്ല, എണ്ണമല്ല ദൈവം കണ്ടത്. ആ പ്രാർത്ഥനയെ ജീവനുള്ളതാക്കി മാറ്റിയത് ആളുകളുടെ പെരുപ്പമല്ല, നീതി എന്നൊരൊറ്റ ശബ്ദമാണ്. അബ്രഹാമിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് എത്തി. ദൈവത്തിൽ നിന്ന് മറുപടിയുമായി തന്നിൽ വന്ന് അവസാനിക്കുകയായിരുന്നില്ല. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, കാലങ്ങൾ വലത് കഴിഞ്ഞിട്ടും ആമേൻ, അബ്രഹാം മരിച്ചെങ്കിലും ആ പ്രാർത്ഥനാവാചകം മരിച്ചില്ല. പിൽക്കാലത്ത് ദൈവം ഭക്തന്റെ പ്രാർത്ഥന ഒരാജ്ഞയായി ഈ ഭൂമിയിൽ പങ്കുവച്ചു. നീതിമാനായി ഒരുത്തനെങ്കിലും ഉണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുകയാണ് ദേശത്തെ രക്ഷിക്കേണ്ടതിന്. ദൈവമക്കളെ, ദൈവം ഏറ്റെടുക്കുന്ന സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യസാധ്യങ്ങൾ കൊണ്ട് സംതൃപ്തമാകുന്നതാകരുത്. ദേശത്തിന്റെ മേൽ ദൈവനീതിയെ വെളിപ്പെടുത്തുന്ന ആത്മഭാരമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ആദരങ്ങളിൽ നിന്ന് പുറത്തു വരണം. ഇവിടെ വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനാവാചകമാണ്, എന്നാൽ അതൊരു ഉപദേശമാണ്. ജനത്തെ ഓർമ്മപ്പെടുത്തുന്ന, ശക്തമായ താക്കീത് കൊടുക്കുന്ന, ഒരു ഗൗരവമേറിയ പാഠം അവരെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച 16-ാമത്തെ വാക്യം. ആ 16-ാമത്തെ വാക്യത്തെ ഞാൻ ഒരു വാചകത്തെ മാത്രം അടർത്തിയെടുക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. അത് വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല, അതൊരു ഉപദേശമാണ്. അവന്റെ ആത്മാവിനാൽ തന്റെ ജനം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്ന് വെച്ചാൽ, ആത്മീയ ജീവിതം നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിയുടെ, നാം എന്ന വ്യക്തിയുടെ ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമല്ല. ഞാൻ എന്ന വ്യക്തിക്ക് ഈ ശരീരത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നോ അത്രത്തോളം പ്രാധാന്യം കൊടുക്കണം ആത്മീയ ജീവിതത്തിന്. അതിനവരെ ബോധ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. മനുഷ്യനെ നമുക്ക് മൂന്നായി തിരിക്കാം. വാസ്തവത്തിൽ നമ്മളൊരു മുറിയും ഒരു ഹോളും ഒരു പ്രാർത്ഥനാ സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരം കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരും അവരവരുടെ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അരോചകമായി മാറും. എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഉത്തരമുണ്ട്, നമ്മളെല്ലാവരും പറയുന്ന ഒരു ഉത്തരമുണ്ട്. ഒരാൾ തന്നെ ഉത്തരം പറയാൻ മൈക്ക് ഓൺ ആക്കിയാൽ ആ വ്യക്തി പിടിക്കപ്പെടാനും സാധ്യതയുണ്ട്. സോദരം, അതുകൊണ്ട് എല്ലാവരുടെ, ഒരു സർവ്വസാധാരണ വിശ്വാസികളുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിന്തയാണ്, മനുഷ്യനെ മൂന്നായി തിരിക്കാം. മനുഷ്യ ശരീരത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. പൊതുവേദിയിൽ എവിടെ ചോദിച്ചാലും എല്ലാവരും ചാടി പറയുന്ന ഒരു മറുപടിയാണ് എന്ത്? ദേഹം, ദേഹി, ആത്മാവ്. എല്ലാവരും പറയുന്നൊരു വാദം. വാസ്തവത്തിൽ അങ്ങനെ ഒരു ക്രമമില്ല. അത് നമ്മളായിട്ടുണ്ടാക്കി വെച്ച ഒരു പാട്ടാണ്. ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം. നമുക്ക് ഇമ്പോർട്ടന്റ് ദേഹമാണ്. പക്ഷെ ബൈബിളിന് പ്രധാനം ദേഹമല്ല, ആത്മാവാണ്.
ബൈബിൾ പറയുന്നത് ദേഹം ദേഹി ആത്മാവല്ല. ബൈബിൾ പറയുന്നത് ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമമാണ്. ബൈബിളിന്റെ ഓർഡർ അത് തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ ആ വാക്യം എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണെങ്കിലും ഒന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുന്നു. ആമേൻ. വേഗത്തിൽ ഒന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മതി. നമ്മളുടെ ക്രമം, നമ്മുടെ ഓർഡർ, നമ്മുടെ മനസ്സാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ദേഹം ദേഹി ആത്മാവ്. പക്ഷെ ബൈബിളിന്റെ ക്രമം നേരെ ഉൾട്ടയാണ്. ആത്മാവ് പ്രാണൻ ദേഹം. ബൈബിള് പ്രാധാന്യം കൊടുക്കുന്നത് ദേഹത്തിനല്ല, ആത്മാവിനാണ്. ബൈബിൾ ഇമ്പോർട്ടന്റ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ അത് ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. നമുക്കിതൊരു സൂത്രവാക്യമാക്കാം. ആത്മീയ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സൂത്രവാക്യമായി നമുക്കിതിനെ ക്രമീകരിക്കാം. ഏത്? ആത്മാവ് പ്രാണൻ ദേഹം, അല്ലെങ്കിൽ ദേഹം ദേഹി. ഇതിന് രണ്ടിനെ ഒന്ന് വകതിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ബൈബിളിലെ പ്രസംഗങ്ങൾ ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. പക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങൾ ദേഹം ദേഹി ആത്മാവാണ്. ആദ്യം ദേഹത്തെ സന്തോഷിപ്പിക്കും, ദേഹിയെ സുഖിപ്പിക്കും, ഒടുവിൽ രണ്ട് അന്യഭാഷയായിട്ട് വല്ലോ ആത്മാവിന് കിട്ടിയാലായി. ശ്രോത്രം. എല്ലാം ദേഹത്തെ പ്രാധാന്യം കൊടുക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പാട്ടുകൾ, ബൈബിളിലെ പ്രാർത്ഥനകൾ ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. പക്ഷെ ഇന്നത്തെ പാട്ടുകൾ ദേഹം ദേഹി ആത്മാവ് എന്ന ക്രമത്തിലാണ്. ബൈബിളിലെ പ്രവചനങ്ങൾ ആത്മാവ് പ്രാണൻ ദേഹം എന്ന ഓർഡറിലാണ്. പക്ഷെ ഇന്നത്തെ പ്രവചനങ്ങൾ ദേഹം ദേഹി ആത്മാവ്, ആത്മാവിനെ ചലിപ്പിക്കുന്ന, ആത്മാവിനെ ബലപ്പെടുത്തുന്ന, അകത്തെ മനുഷ്യനെ കുറവുകൾ പരിഹരിക്കുന്ന എത്ര പ്രവചനങ്ങൾ നമ്മുടെ വേദികളിൽ മുഴങ്ങുന്നു, നമ്മുടെ കൂട്ടായ്മകളിൽ മുഴങ്ങുന്നു. നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നത് പുറത്ത് നകത്തേക്കാണ്. ദേഹം ദേഹി ആത്മാവ്. പക്ഷെ ആത്മീയ ജീവിതം നയിക്കേണ്ടുന്നത് അകത്തുനിന്ന് പുറത്തേക്കാണ്. ആത്മാവ് പ്രാണൻ ദേഹം. നമ്മുടെ മനുഷ്യന്, നമ്മുടെ ആത്മാവിന് ഉടമസ്ഥാവകാശം കൊടുക്കണം, ദേഹത്തിന് അടിമത്വവും കൊടുക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ പുറമേയുള്ള ശരീരവും നമ്മുടെ മനസ്സുമൊക്കെയാണ് ഉടമസ്ഥാവകാശത്തിൽ നിൽക്കുന്നതും അധികാരത്തിൽ നിൽക്കുന്നതും. ആമേൻ. അകത്തെ മനുഷ്യൻ അടിമത്വത്തിലുമാണ്. എന്നാൽ ഇന്ന് രാത്രി അത് പണിയപ്പെടണം. നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വരണം, അല്ലേ? പണ്ട് ബൈബിളിലെ കഥാപാത്രങ്ങളെ മാത്രമല്ല, ബൈബിളിൽ പറയുന്ന ചരിത്രങ്ങളെ ഒന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പഴയ കാലങ്ങളിലെ പൂർവ്വകാലങ്ങൾ, നമ്മുടെ പഴയ കാലങ്ങൾ, നമ്മുടെ നാടുകളിൽ ജീവിച്ചിരുന്ന ആത്മീയ പിതാക്കന്മാർ അവർ പാടിയിരുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. രോഗം എന്നെ പിടിച്ച ദേഹം ക്ഷയിച്ചാൽ വേഗം വരുമൻ കാന്തൻ ദേഹം പുതുതാക്കിയിടാൻ, അല്ലേ? സ്വതന്ത്രം. ആമേൻ. എന്ന് പറഞ്ഞാൽ ദേഹം അവർക്ക് പ്രധാന വിഷയമല്ല, ശരീരം അവർക്ക് മുഖ്യ വിഷയമല്ല. ഇതൊരു കൂടാരമായി, ഇതൊരു താൽക്കാലിക വാസസ്ഥാനമായി ഇതിൽ ഞരങ്ങിക്കൊണ്ട് കഴിയുകയും അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ തലം. ഞാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ ഒരു വചനത്തെ വിവിധ നിലകളിൽ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും ഇന്ന് രാത്രി ദൈവഹിതത്തോടെ, ദൈവജനത്തോട് ഇന്ന് പങ്കുവെക്കുവാൻ ആമേൻ നിയോഗം പ്രാപിച്ചൊരു മേഖലയാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. അതൊരു ഉപദേശമാണ്, അതൊരു മുന്നറിയിപ്പാണ്. ആമേൻ. അത് ചിലർക്കുള്ള താക്കീതാണ്, ഓർമ്മപ്പെടുത്തലാണ്. ശരീരത്തെയോ അത് സംബന്ധിച്ച വിഷയങ്ങളെയോ ആശ്രയിച്ചല്ല ആത്മീയ ജീവിതം നയിക്കുന്നത്.
നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ ആശ്രയിച്ചല്ല പ്രിയരെ നമ്മുടെ ആത്മീയ ജീവിതം ബലമുള്ളതായി മാറുന്നത്. ചുറ്റുപാടുകൾ എതിരാകാം, എന്നാൽ ആത്മതലം ബലപ്പെടുമ്പോൾ എതിരായ ചുറ്റുപാടുകളെ അതിജീവിക്കാൻ, എതിരായ ചുറ്റുപാടുകളെ ജയിച്ചു മുന്നേറാൻ ആത്മതലങ്ങൾ നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റും. അതിൽ സംശയമില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശരീരത്തെ ആശ്രയിച്ചല്ല നമ്മുടെ ആത്മീയ ജീവിതം നിലനിൽക്കുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യനെ ആശ്രയിച്ചാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 50-ാമത്തെ വാക്യം പറയുന്നുണ്ട്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ ഈ ശരീരം ഇതുപോലെ ദൈവരാജ്യ പ്രവേശനത്തിൽ പങ്കുണ്ടാകില്ല. ഇതുപോലെ ദൈവരാജ്യം കാണുകയില്ല. ഹല്ലേലൂയ. എന്തിനാ പാടുന്നേ? എന്തിനാ പ്രസംഗിക്കുന്നേ? എന്തിനാ നമ്മൾ ഈ കേൾക്കുന്ന ഉപദേശങ്ങൾ? എന്തിനാണ് നമ്മൾ അധികം പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്? നമ്മുടെ എല്ലാം ഏക ലക്ഷ്യം ആമേൻ നിത്യതയാണ്, ദൈവരാജ്യമാണ്. സ്തോത്രം. എന്നാൽ മനസ്സിലാക്കുക, ഈ ശരീരം ഇതുപോലെ ദൈവരാജ്യം കാണുകയില്ല. രൂപാന്തരമുണ്ടാകുമെന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 50-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ വാക്യം മുന്നേ നിർത്തിക്കൊണ്ട്, 50-ാം വാക്യം മുന്നേ നിർത്തിക്കൊണ്ട് നമുക്ക് 19-ാം വാക്യത്തിലേക്ക് നോക്കണം. 19-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്ന് വെച്ചാൽ ആമേൻ, 50-ാം വാക്യം വാസ്തവമാണ്, 50-ാം വാക്യം യാഥാർത്ഥ്യമാണ്. ഈ ശരീരം ഇതുപോലെ ദൈവരാജ്യം കാണുകയില്ല. അങ്ങനെയെങ്കിൽ 19-ാമത്തെ വാക്യത്തിന്റെ കണക്ഷൻ എന്താണ്? 19-ാമത്തെ വാക്യം, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വയ്ക്കുകയാണോ? എന്ന് വെച്ചാൽ രോഗം മാറാൻ വേണ്ടി മാത്രം, ക്ഷീണം മാറാൻ വേണ്ടി മാത്രം, നാളത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം, ആമേൻ, ശുശ്രൂഷകളെയും ആത്മീയതയും ആത്മീയ കാര്യങ്ങളെയും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ, ആമേൻ, വിശുദ്ധ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ ഈ ശരീരത്തിനു വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നതെങ്കിൽ, രോഗം മാറാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ മുഴ മാറാൻ വേണ്ടി മാത്രമാണ്, കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവനിൽ ആശ്രയിക്കുന്നതെങ്കിൽ, അകത്തെ മനുഷ്യനെ കുറിച്ച് ബോധ്യമില്ലാതെ, ദൈവരാജ്യം സംബന്ധിച്ച കാഴ്ചപ്പാടുകളില്ലാതെ, ഇവിടെയുള്ളതിനു വേണ്ടി മാത്രമാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ, 19-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അരിഷ്ടന്മാരത്രേ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ലളിതമായ വ്യാഖ്യാനം ഇത്രയേ ഉള്ളൂ, നമ്മളും ജാതികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന്. നമ്മൾ നമ്മുടെ നാട്ടിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ഒറ്റയടിക്ക് ബംഗാളി ബംഗാളി എന്ന് പറയാറുണ്ട്. അവർക്ക് നമ്മൾ വലിയ വാല്യൂ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് വെസ്റ്റ് ബംഗാളിൽ ഒരു യോഗത്തിന് പോയപ്പോൾ ഈ വാക്യം അവിടെ വായിപ്പിച്ച് സംസാരിച്ചു, ഈ 19-ാമത്തെ വാക്യം. അപ്പോൾ ബംഗാളി ഭാഷയിൽ കൊടുത്തു വന്നിരിക്കുന്ന അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ അല്പം കൂടെ അതിന് ആഴം ഉണ്ടാകുന്നുണ്ട്. സകല മനുഷ്യരിലും ഹതഭാഗ്യനാണ് എന്ന് വെച്ചാൽ പാട്ട് വെറുതെയാണെന്ന്, അന്യഭാഷ വെറുതെയാണെന്ന്, ഈ കമ്മലും മാല ഊരിയതെല്ലാം വെറുതെ ആയിപ്പോയെന്ന്, ഇത്രയും നാൾ ഈ വേഷം കെട്ടിയത് നിത്യത പ്രത്യാശയില്ലാതെ, അകത്തെ മനുഷ്യനെ കുറിച്ച് ധാരണയില്ലാതെ, പുറമെ ഉള്ള ശരീരത്തെ മാത്രം ആശ്രയിച്ചാണ്, ആമേൻ, സൗഖ്യത്തെ മാത്രം ആശ്രയിച്ചാണ്, വിടുതലുകളെ മാത്രം ആശ്രയിച്ചാണ് ആമേൻ ആത്മീയ ജീവിതം നയിക്കുന്നതെങ്കിൽ നമ്മളും ജാതികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം.
ഹല്ലേലൂയ. എല്ലാരും പോയാൽ അനീഷ് പാസ്റ്റർ പോവുകയല്ലെന്ന് എനിക്കറിയാം. ആമേൻ. ദൈവമക്കളെ, വളരെ വ്യക്തമായി പറയാം, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, വിടുതലുകൾ, പ്രവചനങ്ങൾ, ഇവ നമുക്ക് സപ്പോർട്ടാണ്. അത് നമുക്ക് പിന്തുണയേകാനുള്ളതാണ്. വാഗ്ദത്തങ്ങൾ, വിടുതലുകൾ, പ്രവചനങ്ങൾ, അരുളപ്പാടുകൾ, ദൂതുകൾ, അത് ഇമ്പോർട്ടന്റ് അല്ല, അത് സപ്പോർട്ടാണ്. എവിടെയാണ് ദൈവം നിങ്ങളുടെ വിശ്വാസം എവിടെ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നിടത്ത് കർത്താവ് ചിലപ്പോൾ ചിലരെ ചില വഴികളിൽ അവൻ അയച്ച് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ അധികം ഭാരപ്പെട്ട വിഷയങ്ങളെ ചിലപ്പോൾ ഓർമ്മപ്പെടുത്തി എന്ന് വരും. ഹല്ലേലൂയ. ആമേൻ. ചില വഴികളിൽ ചില അത്ഭുതങ്ങൾ നൽകുന്നത് ഒന്നും കൂടെ നിങ്ങളുടെ ഓട്ടത്തിന് കരുത്തു പകരാനാണ്. ഇത് ജഡസംരക്ഷണത്തിന്റെ മാർഗമല്ല. ഇത് ശരീരം സംരക്ഷിക്കാനുള്ള ഇടമല്ല. വിടുതൽ തന്നാൽ ആമേൻ, ഇല്ലെങ്കിലും ആമേൻ. നമ്മളൊക്കെ ചെല്ലുന്ന യോഗങ്ങളിൽ പെർഫ്യൂമിന്റെ മണമാണ്. വീട്ടിൽ നിന്ന് അടിച്ചത് പോരാഞ്ഞിട്ട് യോഗ സ്ഥലത്ത് എത്തിയിട്ടും ഒരു റൗണ്ട് അടിച്ചിട്ടാ നമ്മൾ ഇറങ്ങുന്നത്. ശ്രോത്രം. പക്ഷെ പൗലോസൊക്കെ വരുന്ന യോഗ സ്ഥലങ്ങളിൽ തന്റെ ശരീരത്തിലെ വ്രണത്തിന്റെ ദുർഗന്ധം സദസ്സിൽ വമിക്കുമായിരുന്നു. വചനം വളരെ വ്യക്തമായി പറയുന്നു, എന്റെ ശരീരം സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായ പരീക്ഷയിൽ നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിച്ചില്ലെന്ന്. എന്ന് വെച്ചാൽ എന്റെ ശരീരം മുഴുവനും രോഗങ്ങളാൽ നിറയപ്പെട്ടു. എന്റെ ഒരു കണ്ണ് പഴുത്തൊഴുകുന്നു. ശരീരങ്ങളിലെ വ്രണങ്ങളുടെ ദുർഗന്ധം ആമേൻ അത് സദസ്സിൽ വമിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ വെറുപ്പ് കാണിച്ചില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന, നിങ്ങൾക്ക് അറപ്പ് തോന്നുന്ന ക്ലേശങ്ങൾ എന്റെ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വെറുപ്പോ നിന്നയോ കാണിച്ചില്ല. ദൈവദൂതനെ പോലെ എന്നെ കൈക്കൊണ്ടു. ഗലാത്യലേഖനം 4-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളാണ്. ഗലാത്യലേഖനം 4-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. എന്ന് വെച്ചാൽ എന്റെ ശരീരം മുഴുവനും ക്ലേശമുണ്ടെങ്കിലും അകത്തെ മനുഷ്യൻ, പൗലോസ് പറഞ്ഞല്ലോ, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോയാലും എന്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. ശരീരം കൊണ്ട് താൻ കാരാഗ്രഹത്തിലിരിക്കുമ്പോഴും ഉപദേശം കൊണ്ട് ജനത്തോട് ആമേൻ നിങ്ങൾ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തിയ ഉപദേശകൻ. പൗലോസ് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഞെരങ്ങിക്കൊണ്ട് വസിക്കുന്നു എന്ന ഇതിനകത്ത്. ഹല്ലേലൂയ. നമ്മൾ സന്ധ്യയ്ക്ക് സമയമാരതം പാടിയ അന്ന് രാത്രിയിലത്തെ ഉറക്കം നഷ്ടപ്പെടും. ഇപ്പോഴാണ് ഇത് പാടണ്ടേന്ന് ചോദിക്കും അല്ലേ? ദൈവരാജ്യം പ്രത്യാശയാണെങ്കിലും 3 പ്രാവശ്യം അടുപ്പിച്ച് ദൈവരാജ്യം എന്നെങ്ങാനും പറഞ്ഞാൽ പോകാറായോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിലും ആ പ്രത്യാശ 4 വട്ടം ഒന്ന് ഉരുവിട്ടാൽ തന്നെ ജനം തെറ്റിദ്ധരിക്കും, ഒരു ഭയം അലട്ടും. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ശരീരത്തെ ഇതിനെ നമ്മൾ ഒരിക്കൽ ഉരിഞ്ഞു കളയാനുള്ളതാണ്. ഉരിഞ്ഞു കളയാനുള്ളതിനെ എത്ര പണിതുയർത്തിയാൽ ഇതിനകത്ത് ദൈവം കൃപ തോന്നി തരുന്ന നന്മകൾ കാമേ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമം വേണ്ട. ദയ തോന്നി തരുന്ന സൗഖ്യങ്ങൾ കാമേ ഇല്ലെങ്കിലും ആമേ. ഇതൊന്നും നിങ്ങളുടെ ആത്മീയ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകൾ, ശരീരത്തിലെ ലാഭനഷ്ടങ്ങൾ, പുറമേയുള്ള ജീവിതത്തിന്റെ ക്ലേശങ്ങളോ മാന്യതകളൊന്നും നമ്മുടെ ആത്മമണ്ഡലങ്ങളെ ബാധിക്കരുതെന്ന് രാത്രി ജനത്തെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്ന് വെച്ചാൽ
അവരെന്തിനാ, ജാതികൾ എന്തിനാണ് അവരവർ വിശ്വസിക്കുന്ന മതങ്ങളുടെ, അവരവർ വിശ്വസിക്കുന്ന മതസമ്പ്രദായങ്ങളുടെ മുൻപിൽ പോയി നേർച്ച കാഴ്ച ചെയ്യുന്നത്? അവരുടെ ജഡസംരക്ഷണത്തിനാണ്, ശരീര സംരക്ഷണത്തിനാണ്. അവർക്ക് നിത്യത ബോധ്യമില്ല. അനന്ത ജീവനെ കുറിച്ച് അവർക്ക് ദൈവരാജ്യം സംബന്ധിച്ച് കാഴ്ചപ്പാടില്ല. ഇവിടെയുള്ള ജീവിതത്തിന്റെ സാമാന്യ നടത്തിപ്പിന് വേണ്ടിയാണ് അവരവരുടെ ദൈവാങ്ങളുടെ മുൻപിലേക്ക് ഓടിച്ചിട്ട് നേർച്ചക. അങ്ങനെ രോഗം മാറാൻ വേണ്ടി മാത്രമാണ് അധികം ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ അവരും നമ്മളും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് ചിലരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്, മുൻപ് ജീവിച്ചിരുന്ന ജാതീയ സമ്പ്രദായത്തിന്റെ ഒരു പെന്തക്കോസ്ത് വേർഷനാ ജീവിക്കുന്നത്. അവിടെ നേർച്ച, ഇവിടെ സ്വോത്ര കാഴ്ച, അവിടെ മന്ത്രം, ഇവിടെ അന്യഭാഷ, അവിടെ ദിവസങ്ങൾ വേറിട്ട് പോകുന്നു, അവിടെ ഉരുളുന്നു, ഇവിടെ തുള്ളുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ. അകത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തയില്ലാതെ കാര്യങ്ങൾ നടക്കേണ്ടതിന് ആത്മീയ ജീവിതം മുതൽക്കൂട്ടാക്കുമ്പോൾ ഇന്ന് രാത്രി അതിനെ മാറ്റിവിട്ടിട്ട് കൃപ തോന്നി തരുന്നതിനെല്ലാം ആമേൻ, ഇനി തന്നില്ലെങ്കിലും ആമേൻ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ചൊരു ആത്മീയ ഓട്ടം അത് കൃത്യതയോടെ പൂർത്തീകരിക്കാൻ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭാഗം ഇതാണ്: ശരീരത്തെയോ മനസ്സിനെയോ ആശ്രയിച്ചല്ല ആത്മീയ ജീവിതം. പുറമേയുള്ള ശരീരത്തെ പ്രതി നമ്മൾ തളർന്നു പോകരുത്. പുറമേയുള്ള ശരീരത്തെ പ്രതി നിങ്ങൾ തളർന്നു പോകരുത്. ഒരു കൈ ഗുളിയൊന്നും എടുത്തിട്ട് ആദ്യം കയറണ്ട കേട്ടോ. ഒരിക്കൽ പ്രവചിച്ചവർ, ഒരിക്കൽ ദൂത് പറഞ്ഞവർ, ഒരിക്കൽ വെളിപ്പാട് പറഞ്ഞവർ, ഒരിക്കൽ ശുശ്രൂഷിച്ചവർ, കാലക്രമേണ അവർക്ക് ശരീരത്തിൽ ക്ലേശങ്ങൾ വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ശുശ്രൂഷയിലും ഡൗൺ ആയി. എന്നാ പറ്റിയ അമ്മാമേ, എന്നാ പറ്റി? നമുക്കോ വിടുതലില്ല, പിന്നെ നമ്മളെന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മുടെ ജഡപ്രകാരമുള്ള കഷ്ടങ്ങളും നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങളും തമ്മിൽ കൂട്ടിയിണക്കരുത്. ചില കഷ്ടങ്ങളെ പ്രതി നിങ്ങൾ തളരരുത്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ വഴികളെ സ്വാധീനിക്കാൻ അനുവാദം കൊടുക്കരുത്. തീയാണ് മുൻപിൽ എന്നറിയുമ്പോഴും ഒരു ചെറുപുഞ്ചിരിയോട് ആ തീക്കകത്തേക്ക് നടക്കാനുള്ള ഒരാത്മീയ കരുത്തു പ്രാപിക്കണം. ഒരാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എബ്രായ ക്രിസ്ത്യാനികൾ, ഞാനതൊരു മറ്റൊരു വചനത്തിന്റെ ഭാഗമായ മറ്റൊരു സന്ദേശത്തിന്റെ ഭാഗമായി അതിലേക്ക് പോകാറുണ്ടെങ്കിലും ഞാനിതിൽ ഒന്ന് തൊട്ടുപോവുകയാണ്. എബ്രായ ക്രിസ്ത്യാനികള് അവര് പുറമേ ഉള്ള ജീവിതത്തിൽ അവർ ഓക്കെ ആയിരുന്നു. അവരുടെ ശരീരം സംബന്ധിച്ച് അവർ ഓക്കെയാണ്. പുറമേ ഉള്ള ഒരു ക്രൈസ്തവൻ എന്ന സാധാരണ ജീവിതത്തിൽ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ അകത്തെ മനുഷ്യൻ അപകടാവസ്ഥയിലായിരുന്നു. വായിക്കണം എബ്രായ ലേഖനം 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എബ്രായ ലേഖനം 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവേൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവേൻ. ഈ രണ്ട് വാക്യങ്ങൾ 12-13 വാക്യങ്ങൾ ആത്മ മനുഷ്യന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ഒരു ഫുൾ ബോഡി ചെക്കപ്പിന്റെ റിപ്പോർട്ടാണ്, റിസൾട്ടാണ്. ആത്മ മനുഷ്യനെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കിട്ടിയ ഒരു ഫുൾ ബോഡി ചെക്കപ്പിന്റെ റിസൾട്ടാണ്. നിങ്ങളെ രണ്ട് വാക്യങ്ങളിലേക്ക് നോക്കിയേ. ഞാൻ ആ ഭാഗം ദീർഘമായി വിശദീകരിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ സമയം വളരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ഭാഗത്തിനും ദീർഘവിശദീകരണം കൊടുക്കാൻ സാധ്യമല്ല. 12-13 വാക്യങ്ങളിലേക്ക് നോക്കിയേ. ഈ രണ്ട് വാക്യങ്ങളും തരുന്ന ഒരർത്ഥമുണ്ട്. അവിടെ ആരോഗ്യമുള്ള ഒരാൾ രൂപമാണോ നമ്മൾ കാണുന്നത്? അല്ല. അവിടെ നമ്മൾ കണ്ടത് തളർന്ന കൈ, കുഴഞ്ഞ മുഴങ്കാല്, എഴുന്നേറ്റ് നിൽക്കാൻ കപ്പാസിറ്റി ഇല്ല, ഉള്ളതാണെ മുടന്താണ്, ഇനി ഒരു ചൂട് വെച്ചാൽ ഉളുക്കിപ്പാനും
സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അത്യാസന്ന നിലയിലാണ്. ആത്മ മനുഷ്യൻ അത്യാസന്ന നിലയിലാണ്. ഈ ലേഖനം ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് ഏകദേശം 27-ലധികം വർഷം പിന്നിടുന്ന ഒരു സമൂഹത്തോടാ പറയുന്നത്. രക്ഷിക്കപ്പെട്ട് 27-ലധികം വർഷം പിന്നിട്ടവരുടെ ആത്മ മനുഷ്യനെ പരിശോധന വിധേയമാക്കിയപ്പോൾ കിട്ടിയ റിപ്പോർട്ടാണ് കൈ തളർന്നിരിക്കുന്നു. പക്ഷെ പുറമേ ഒരു കുഴപ്പമില്ല. പുറമേ ഉള്ള വിലയിരുത്തൽ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് 11 മുതലുള്ള വാക്യങ്ങളിൽ. കാലം നോക്കിയാൽ 5:12 കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാർ. അപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞാൽ വരവും നടപ്പും ഇരിപ്പും ഒക്കെ കണ്ട പ്രൊഫസറുടെ പവർ. ഇറങ്ങിയ കാലം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറമേ നല്ലൊരു ഇമേജ് കെട്ടിപ്പടുക്കിയിട്ടുണ്ട്. ഉപദേശിക്കേണ്ടവരാണ്, പഠിപ്പിക്കേണ്ടവരാണ് എന്ന് വെച്ചാൽ അത്രയും കേട്ടിട്ടുണ്ട്. അത്രയും അവർക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനോട് സംസാരിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഞാൻ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 3 ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു ദൈവദാസനോട് സംസാരിച്ചു പറഞ്ഞു, സങ്കീർത്തന ഭാഷയൊന്നും ഇപ്പൊ ഏക്കുന്നില്ലെന്ന്. എന്താ കാരണം? എല്ലാ വിശ്വാസികളുടെയും വീട്ടിൽ ഈ സാധനം ഉണ്ടെന്ന് വിശ്വാസിക്ക് മനസ്സിലായി. അടുത്ത ആഴ്ച ഈ സങ്കീർത്തന ഭാഷയും വിശ്വാസിക്ക് മനപ്പാടമായി കഴിഞ്ഞു. ഇനി പുതിയ ഐറ്റം വേണമെന്നാ പറയുന്നത്. അപ്പം ഏതാണ്ട് ഇവരും അങ്ങനെയാണ്. ഒത്തിരി കേട്ട് കഴിഞ്ഞു. ഘനമുള്ള ദൂതുകൾ കേട്ട് കഴിഞ്ഞവരാണ്. 27-ലധികം വർഷം കഴിഞ്ഞു. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാർ. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് വേണം? അവിടെ പറയുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് പാലത്രേ വേണ്ടിയത്. 27 വർഷമായിട്ടും പാല് കൂടി മാറിയിട്ടില്ലെന്ന്. രക്ഷിക്കപ്പെട്ട് 27-ലധികം വർഷം കഴിഞ്ഞപ്പം എന്തോ ഉണ്ടായി ഗുണം? പ്രാർത്ഥിച്ച് വാങ്ങിച്ച കാറ് വെളി കിടക്കുന്നു, പ്രാർത്ഥിച്ച് പണിത വീട്, പ്രാർത്ഥിച്ച് നടത്തിയ സുഖപ്രസവങ്ങളുടെ കണക്ക്, പ്രാർത്ഥിച്ച് നടത്തിയ കല്യാണങ്ങളുടെ കണക്ക്, പ്രാർത്ഥിച്ച് മേടിച്ച പ്രമോഷൻ, പ്രാർത്ഥിച്ച് മേടിച്ച വിസ, പ്രാർത്ഥിച്ചു പോയ രാജ്യങ്ങൾ. ഒരിക്കൽ പ്രാർത്ഥിച്ച് അങ്ങോട്ട് കയറ്റി വിടും, കുറച്ചു നാൾ കഴിയുമ്പോൾ തിരിച്ചു കരച്ചില്ല. പ്രാർത്ഥിച്ച് തിരിച്ചിറക്കണം. ഈ എന്നെല്ലാം പരിപാടി അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വിട്ടു. ദൈവമക്കളെ, ഒരു കാര്യം പറയാം, സ്തോത്രം. അവനവന്റെ ആസ്തിക്ക് ദൈവം തരുന്ന വഴികളിൽ യാത്ര ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. നിർബന്ധം പിടിക്കാൻ വ്യവസ്ഥയില്ല, ശാഠ്യം പിടിക്കാൻ വ്യവസ്ഥയില്ല. കിട്ടിയേ മതിയാകൂന്നൊന്നും പറഞ്ഞ് അതിന് നമ്മൾ ചെല്ലു പറഞ്ഞ മുറുകെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണെന്ന്. ഞാൻ പറയുന്നു, അതിൽ നിന്ന് പിടി വിട്. ആ പിടി ദൈവത്തെ പിടിക്ക്. ദാനമല്ല വലുത്, ദാതാവാണ് വലുത്. ഒരാമേ. ദൈവത്തെ പിടിവിട്ടിട്ട് ആമേ നമ്മുടെ വിഷയങ്ങളെ മുറുകെ പിടിച്ചിരിക്കും. നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. ആമേ. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കണം, ഈ 27-ലധികം വർഷങ്ങൾ പിന്നിട്ട് ഈ സമൂഹം പുറമേ ഒരു കുഴപ്പമില്ല. പുറമേ നോക്കിയ പ്രൊഫസറുടെ പവറാ. പക്ഷെ അടുത്തിരിക്കുന്ന ബാഗ് പിടിച്ചു നോക്കിയ പാലും കുപ്പി, പല ഐറ്റം. സോദരം, നമ്മുടെ ഈ പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് സഭയിൽ വരുന്ന അമ്മമാരെ കണ്ടുണ്ടോ? സഹോദരിമാരെ കണ്ടുണ്ടോ? അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മ വിദേശത്തായിരിക്കും, കുഞ്ഞിനെ മാതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും. ആ അമ്മാമ കുഞ്ഞിനെ കൊണ്ട് വരുന്ന വരവ് കാണും. സ്വന്തം കുഞ്ഞിനെ പോലും അത്രയും കരുതിയിട്ടില്ല. അവർ കൊച്ചുമക്കൾക്ക് വേണ്ടി വലിയൊരു ബിഷോപ്പർ പോലുള്ള ബാഗൊക്കെ ആയിട്ടാണ് സഭയെ വരുന്നത്. ഈ കുലുക്കി സർബത്ത് കൊടുക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അവര് യോഗ സ്ഥലത്തിരുന്ന് തന്നെ മിക്സ് ചെയ്ത് പൊടിയും പാലും എല്ലാം കളഞ്ഞ് അവര് കുഞ്ഞുങ്ങളെ. അപ്പം ഇവർ ഏതാണ്ട് ഈ പരുവാണ്. പല ഫ്ലേവർ, പല ടേസ്റ്റിലുള്ളത്, പല നിറത്തിലുള്ളത്. 27 വർഷം കഴിഞ്ഞപ്പോ എന്തോ ഉണ്ടായി മാറ്റം? ഇവരുടെ ശരീരത്തിന്റെ അകത്തെ മനുഷ്യൻ അസ്ഥികഷണവും പുറമെ ഇവർക്ക് നേട്ടവും. അകത്തെ ഞാൻ എപ്പോഴും രസകരമായി പറയാറുണ്ട്, 27 വർഷം കൊണ്ട് അനീഷ് പാസ്റ്ററെ മാറ്റം ഉണ്ടായത് അവർക്കല്ല, പാലും പാത്രത്തിനാണ്. കാരണം രക്ഷിക്കപ്പെട്ട നാളിൽ ചെറിയ ബോട്ടിൽ മതിയായിരുന്നു, ചെറിയ പ്രാർത്ഥന, ചെറിയ ശാസന. രക്ഷിക്കപ്പെട്ട നാൾ ഒറ്റ ശാസനയൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പം ചില വിഷയങ്ങളിൽ എത്ര ശാസിച്ചാലും
ഈ ലോക്കൽ സഭയിലെ പാസ്റ്റർ ശാസന ചിലർക്ക് പറ്റത്തില്ല. കാരണം അതിന് ഗാംഭീര്യമില്ല. ഞങ്ങളെ പോലുള്ള ഗസ്റ്റിനെ വിളിക്കുമ്പം ഞങ്ങളുടെ ശാസനയ്ക്ക് ഈ ഭായിക്കൊരു പ്രത്യേക പവറാണ്. സ്തോത്രം. ശ്രദ്ധിച്ചാൽ ഈ ഗസ്റ്റിന്റെ ഭത്സനയ്ക്ക് ഒരു പവറുണ്ട്. പക്ഷെ ആ പവർ ലോക്കൽ പാസ്റ്റർക്കില്ല. ആ പവർ ഇല്ലാത്തതിന്റെ കാര്യം നമ്മുടെ ജീവിതം നന്നായിട്ട് അറിയാവുന്ന ഒരേ ഒരാള് ലോക്കൽ പാസ്റ്ററാണ്, സഭയുടെ ഇടയനാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് അറിയാം ഭായിക്ക് കനം കൂട്ടിയിട്ട് കാര്യമില്ല. പുള്ളി സങ്കീർത്തനത്തിന് കനം കൂട്ടും, ഉപദേശത്തിന് കനം കൂട്ടും, പ്രസംഗത്തിന് കനം കൂട്ടും. പിറ്റേ ആഴ്ച പുള്ളിയെ നമ്മള് നാട് കടത്തും. ഞാൻ പറയുന്നത് ഇവർക്ക് എന്താ ഉണ്ടായി മതി. ഇവർക്ക് ഈ 27 വർഷം കൊണ്ട് പാലും പാത്രത്തിന് മാറ്റം ഉണ്ടായി. പണ്ട് ചെറിയ ഫീഡിംഗ് ബോട്ടിൽ മതിയായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനല്ല, അണ്ടാവ് കണക്കിന് കലക്കി ജനറൽ കൺവെൻഷൻ എന്നാൽ വലിയ പാത്രത്തിലാ കലക്കുന്നത്. പ്രാപിച്ചു എന്ന് പറഞ്ഞു ഈ സാധനം കൊടുക്കുന്നത്. അകത്തെ മനുഷ്യനെ പണിയുന്നതെല്ലാം അന്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 5-ാം അധ്യായത്തിലെ പാലുകുടിയുടെ ആരോപണം അത് മാറ്റാത്തതിന്റെ അപകടാവസ്ഥയാണ് 12-ാം അധ്യായമായപ്പോൾ ഒരു നല്ല ആൾരൂപം പോലും ഇല്ലാതെ അകത്തെ മനുഷ്യൻ വിരൂപമായി. അകത്തെ മനുഷ്യൻ അത്യാസന്ന നിലയിലാണ്. അകത്തെ മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവജനമേ നമുക്കൊന്ന് ബലപ്പെടാം. വിടുതൽ തന്നാലാമേ, ഇല്ലെങ്കിലും ആമേ. ഈ 2025 പ്രവേശിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ഒരു ദൂതി വചനത്തോട് ചേർന്ന് ദൈവജനത്തോട് പറയാം. ഓരോ പ്രിയപ്പെട്ടവരും ഒരു ആത്മീയ യുദ്ധത്തിന് സജ്ജരാകണമെന്ന് ദൈവാത്മാവ് ജനത്തെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ശാന്തനാറബ. ഇവിടെ നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പിശാചിന്റെ ഒരു വലിയ പോരാട്ട തന്ത്രം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ആത്മതലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാതെ, ആത്മതലങ്ങളിൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റാതെ, നമ്മളെ ശരീരത്തിലേക്കും നമ്മളെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിലേക്കും പിശാച് ശ്രദ്ധയുള്ളവരാക്കി നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൈശാചിക തന്ത്രം തന്നെയാണ്. സ്തോത്രം. ഏത് അകത്തെ മനുഷ്യനീന്ന് കാഴ്ചപ്പാട് മാറ്റി നമ്മളെ ഇവിടെ യേശു കർത്താവ് പറയുന്നൊരു വാചകമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിക്കണമെന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യത്തിലും യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണ്. ആമേൻ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. 16-ാം വാക്യം അത് തന്നെ ആവർത്തിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. ആർക്ക്? ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാർക്ക് മാത്രമല്ല, 20-ാമത്തെ വാക്യം പറഞ്ഞു, ഇവരുടെ വചനങ്ങളാൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കർത്താവിന്റെ വരവ് വരെ യോന്റെ പ്രസംഗം കേൾക്കുന്ന സകലർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. ആ വചനം അവരെ എന്ത് ചെയ്തു? വചനം അവരിൽ ചെയ്ത ക്രിയയാണ് കർത്താവ് പറയുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അത് തന്നെയാണ് 16-ാം വാക്യവും പറയുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. 14-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം ദേ ആർ നോട്ട് ഓഫ് ദ വേൾഡ്, അവർ ലോകത്തിൽ നിന്നുള്ളവരല്ല. പക്ഷെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ വേൾഡ് എന്നാണ്. അവർ ലോകത്തിന്റെ ഭാഗമല്ലെന്ന്. ഞാൻ ലോകത്തിന്റെ ഭാഗമല്ലാത്തതുപോലെ അവരും ലോകത്തിന്റെ ഭാഗമല്ല. ഇനി ഇവിടെ നിന്നൊരു പൈശാചിക തന്ത്രം പറയാം, പിശാചിന്റെ തന്ത്രം പറയാം. നമ്മളെ ലോകക്കാരെ പോലെ ആക്കാൻ, ലോകക്കാര് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ, ലോകക്കാരെ പോലെ ചിന്തിപ്പിക്കാൻ, ലോകക്കാരെ പോലെ കരയിപ്പിക്കാൻ, ലോകക്കാരെ പോലെ നമ്മളെ നിയന്ത്രിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെല്ലാം ഇന്ന് രാത്രി അഴിയണം. ഞാൻ ആത്മാവിൽ ജനത്തോട് പറയാം,
ദൈവമക്കളെ, രോഗങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്, കഷ്ടങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ നടുവിൽ നിങ്ങൾ വെളിപ്പാടുള്ളവരാകണം. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് ശുശ്രൂഷകർക്ക് മാത്രമല്ല, സർവജനത്തിനും ഉണ്ടാകണം, പൊതുസഭയ്ക്കുണ്ടാകണം. പുതിയ നിയമത്തിന്റെ വെളിപ്പാട്, ആ വെളിപ്പാടിലേക്ക് ജനത്തെ നയിക്കുക എന്നൊരു ഉത്തരവാദിത്വം ശുശ്രൂഷകരായ നമ്മുടെ മേൽ ഭാരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. അതിൽ അതിപ്രധാനമായ കാര്യം, നിങ്ങൾ ശരീരത്തെ സംബന്ധിച്ച് ചിന്തിക്കണ്ട എന്നോ നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജോലി ചെയ്യണം. രോഗം വരുമ്പോൾ സ്വാഭാവികമാണ്, ദുഃഖമുണ്ടാകാം, കഷ്ടത വരുമ്പോൾ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയാം, ഈ കഷ്ടതയല്ല വിഷയം. ശരീരത്തിൽ വരുന്ന വിഷയങ്ങളെ നമ്മുടെ അകത്തെ മനുഷ്യനെ കെടുത്തിക്കളയാനുള്ള ഒരായുധമായി പിശാചിനെ ഉപയോഗിക്കുന്ന മേഖലകളെ ഞാൻ നിങ്ങളും വെളിപ്പാടിൽ തിരിച്ചറിയണം. നിങ്ങൾക്ക് വരുന്ന വേദനകളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ജഡം കൊണ്ടോ ജഡപ്രകാരമോ ലോകക്കാരെ പോലെയോ അല്ല നാം പ്രതികരിക്കേണ്ടുന്നത്. ഈ 2025 പ്രവേശിച്ച കർത്താവിനോട് പറഞ്ഞൊരു ഭാഗമാണ്, നമ്മുടെ വൈകാരിക തലങ്ങൾ പിശാചിന്റെ ആയുധമാകരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്, ആ സെയിം ടൈം നമ്മൾ ഭക്തരാണ്, മക്കളാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാം. പക്ഷെ പ്രതികരിക്കേണ്ടത് മനുഷ്യൻ എന്ന നിലയിൽ എന്തുകൊണ്ടല്ല, ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ, അവന്റെ മക്കൾ എന്ന നിലയിൽ. മനസ്സിലാകുന്നുണ്ടോ? ദാവീദ് പറഞ്ഞൊരു പ്രാർത്ഥനാവാചകമുണ്ട്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എന്താ കാര്യം? ഞാനിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭയപ്പെടാവുന്ന സാഹചര്യമാണ്. പക്ഷെ ഞാനതിനെ എങ്ങനെ കാണുന്നു? വെറും മനുഷ്യൻ എന്ന നിലയിലല്ല, ഭക്തൻ എന്ന നിലയിൽ ഞാനതിനെ കാണുന്നു. ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് ഞാൻ എന്ന വെറും വ്യക്തിയായിട്ടല്ല, ഭക്തൻ എന്ന നിലയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. നിരാശ ഉണ്ടാകാം സഹോദരങ്ങളെ, പക്ഷെ തുടരാൻ അനുവാദം കൊടുക്കരുത്. നമ്മുടെ ഞാൻ ഒരു കാര്യം, നിങ്ങൾ തിരുവഴുത്തുകളെ നന്നായി മനസ്സിലാക്കൂ, ആത്മാവിൽ ഈ കാലത്തെ വിവേചിക്കൂ. നമ്മുടെ കണ്ണീർ കണങ്ങൾ, സ്വാഭാവികമായി നമ്മുടെ വേദന വരുമ്പോൾ നമ്മൾ കരയും. പക്ഷെ ആ കണ്ണുനീര് എവിടം വരെ എത്തണം? ദൈവസന്നിധിയിൽ എത്തിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കണ്ണുനീർ തുടക്കേ. പക്ഷെ പിശാച് എന്താ ചെയ്യുന്നേ? ആ ബോധ്യത്തെ എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ കരച്ചിലിനെ പിശാച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും കരഞ്ഞു, ലോകക്കാരനെ പോലെ പ്രതികരിച്ചു, കരഞ്ഞു കരഞ്ഞു മേടിച്ചു എന്നുള്ള ആ ബാല്യശീലത്തിലേക്ക് നമ്മളെ പിശാച് തിരികെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വികാരങ്ങൾക്കും ബൈബിൾ വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട് കേട്ടോ. ഭയം ഉളവാകാം, തുടരാൻ അനുവദിക്കരുത്. പക്ഷെ ആ ഭയം നമ്മുടെ പലരുടെ അന്യഭാഷ കേൾക്കുമ്പോഴേ പിശാചിന് അറിയാം ഇവൻ ആദ്യം കയറി പറയണം. നമ്മുടെ 2 മണിക്കൂറത്തെ സഭായോഗമൊന്നും പിശാച് പേടിക്കുന്നില്ല പ്രിയരെ. ഡ്രമ്മും കീബോർഡും സംഭവം എല്ലാം, നമ്മൾ 2 മണിക്കൂർ അകത്തിരിക്കുന്നു, അവൻ 2 മണിക്കൂർ വെളിയിരിക്കുന്നു. ഈ 2 മണിക്കൂർ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. നമ്മൾ ഈ 2 മണിക്കൂർ അത് അന്യഭാഷയുടെ ബലത്തിലാ വരുന്നെങ്കിൽ അല്ല, കാഴ്ചപ്പാട് മാറണം. ഭയമുണ്ടാകാം, പക്ഷെ ആ ഭയം ദൈവസന്നിധിയിൽ എത്തിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് തുടരാൻ അനുവദിക്കരുത്. ഭയമിട്ട്, നിരാശയിട്ട്, എത്ര വാഗ്ദത്വം ഉണ്ടായിട്ട്, എത്ര ദൂതുണ്ടായിട്ട്, എത്ര അരുളപ്പാടുണ്ടായിട്ടും നിസാര വിഷയങ്ങളിൽ ആശങ്കകൾ ജനത്തിന്റെ അകത്ത് വിതയ്ക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെല്ലാം ഇന്ന് രാത്രി അഴിഞ്ഞു മാറണം. ദൈവമക്കളെ, രോഗങ്ങളുടെ മേൽ ഇന്ന് രാത്രി നിങ്ങൾ പരിഹാരമല്ല അന്വേഷിക്കേണ്ടത്, രോഗസൗഖ്യമല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, ജയമാണ്. റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 8-ന്റെ 37, നാമോ
നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഇതിലൊക്കെയും എന്ന് പറയുന്നത് 35 വാക്യം മുതലാണ് ആധാരമായിരിക്കുന്നത്. 35 വാക്യത്തിൽ കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, താഴോട്ട് വലിയൊരു പട്ടിക പറയുകയാണ്. പക്ഷെ നിങ്ങൾ 35 വാക്യത്തിലേക്ക് നോക്കിയേ. 35 വാക്യം പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആര്? മകളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപെടുത്തുന്നത് ആര്? ആര് എന്ന് ചോദിക്കുന്നത് വ്യക്തിത്വത്തോടുള്ള പ്രതികരണമല്ലേ? ഒരു വ്യക്തിയോടല്ലേ നമ്മൾ ചോദിക്കുന്നത് ആര്? പക്ഷെ താഴോട്ട് പറഞ്ഞ ലിസ്റ്റ് വ്യക്തിയാണോ? കഷ്ടത വ്യക്തിയാണോ? അനുഭവമല്ലേ? പട്ടിണി വ്യക്തിയാണോ? അനുഭവമല്ലേ? അവസ്ഥയല്ലേ? വാള് വ്യക്തിയാണോ? അതൊരു വസ്തുവല്ലേ? അപ്പൊ എന്ത് ചോദിക്കണമായിരുന്നു? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് എന്ത്? വചനം കാണുന്നത് ഈ കഷ്ടതയോ പട്ടിണിയോ ഒന്നും അല്ല കേട്ടോ വലുതായി കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ നമ്മളിൽ ചിലത് വന്നു ചേരും, സ്വാഭാവിക യാത്രകളിൽ. പക്ഷേ ഇതിനെ ആയുധമാക്കുന്ന ഇതിന്റെ പിന്നിലെ ഒരാളത്വത്തെ, അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രത്തെ, ഒരു കരത്തെ, ഒരു ബുദ്ധിയെ, ഒരു ഉറവിടത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. പൗലോസ് കണ്ടത് കഷ്ടതയല്ല. പൗലോസ് കണ്ടത് ആ രോഗത്തെ അല്ല, വാളിനെ അല്ല. നമ്മൾ കണ്ടത് രോഗത്തെയാ. അതുകൊണ്ട് നമുക്ക് ഈ രോഗത്തിൽ നിന്ന് ഒരു മികച്ച വിടുതൽ മതി. തലവേദന തലവേദനയിൽ ഒരു മികച്ച വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ പിറ്റേ ആഴ്ച പിശാച് നടുവിനിടും. എല്ലാരും പ്രാർത്ഥിച്ചു, തലവേദന മാറി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും പ്രാർത്ഥിക്കണം. ഞാനിപ്പോ നടുവിന് വേദനയാൽ മരണം വരെ ഈ സാധനം നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. പരിഹാരമല്ല നിങ്ങൾ ചോദിക്കേണ്ടത്, ഈ വിഷയങ്ങളുടെ മേലുള്ള നിത്യജയമാണ്, സമ്പൂർണ്ണ ജയം. നമ്മൾ നിത്യജയത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യം ജയമാണ്. നിങ്ങൾ കാണേണ്ടത് രോഗങ്ങളെയല്ല, ഈ ജഡത്തെ പ്രതി നിങ്ങൾ വ്യാകുലപ്പെടാതെ, ഇതിനകത്തുണ്ടായ ക്ലേശങ്ങളെ പ്രതി നിങ്ങളുടെ ആത്മമണ്ഡലങ്ങൾ തളരാതെ, ഇന്ന് രാത്രി ആ രോഗത്തിൽ നിന്ന് കണ്ണു മാറ്റണം. ഇന്ന് രാത്രി ആ കഷ്ടതയിൽ നിന്ന് കണ്ണു മാറ്റണം. കഷ്ടങ്ങളെ നിങ്ങളുടെ ആത്മതലങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി നിങ്ങൾ ജയിക്കണം. 37 വാക്യം, 35 വാക്യം വ്യക്തതയുള്ള തിരിച്ചറിവാണ്. കഷ്ടതയല്ല കണ്ടത്, രോഗത്തെയല്ല കണ്ടത്, അതിന്റെ പിന്നിലെ ഒരാളത്വത്തെ കണ്ടുകൊണ്ടാണ് പൗലോസ് പ്രതികരിക്കുന്നത്. 37 വാക്യത്തിൽ വെറും പരിഹാരമല്ല, ഇതിലൊക്കെയും പൂർണ്ണ ജയം. അതിന് ശരിയായ അർത്ഥം കൊടുക്കുന്നത് പൂർണ്ണമായും വൻതോതിലും. പൂർണ്ണമായും വല്ല വിധേനയല്ല, പൂർണ്ണമായും വൻതോതിലും ആ ജയം ഏറ്റെടുക്കും. ഇന്ന് രാത്രി ആത്മതലങ്ങൾക്കെതിരെ പോരാടുന്ന, ഒന്നുകൂടെ പറയാം, നമ്മുടെ ഭൗതിക തലങ്ങളിലെ വിഷയങ്ങളെ നമുക്കെതിരെയുള്ള ആയുധങ്ങളായി പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, പിശാചിന് ആയുധമില്ല കേട്ടോ. പിശാചിന് ആയുധമില്ല. പിശാചിന് ആയുധമില്ല. അവനിപ്പോ സൂത്രങ്ങളാണുള്ളത്, തന്ത്രങ്ങളാണുള്ളത്. നമ്മൾ കടന്നു പോകുന്ന വഴികളെയാണ് അവൻ നമുക്കെതിരെ ആയുധമാക്കി നമ്മുടെ വിശ്വാസം കുറച്ച്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ച് നമ്മളെ തളർത്തിക്കളയാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി ബലം പ്രാപിക്കും. പൗലോസ് ശൂലം മാറാൻ പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം. 3-ാം വട്ടം കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഞാൻ നോക്കിയപ്പോ
ചോദിച്ച വിഷയത്തിന് വിടുതലില്ലെന്ന് അറിഞ്ഞിട്ട് ചിരിച്ച മുഖത്തോടെ പോവുക പൗലോസ്. പൗലോസേ, എന്താ ഇത്ര സന്തോഷം? പൗലോസിന് പറയാനുള്ള മറുപടി, ഏതായാലും മാറുകയില്ലെന്ന് അറിഞ്ഞല്ലോ, അതിനായി സ്വതന്ത്രം. ഇനി ഇത് എന്ന് മാറും എന്ന് ഓർത്ത് ആദ്യം കയറണ്ടല്ലോ. ഉള്ള ഗ്രൂപ്പ് മുഴുവനും ഒന്നുകൂടെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണേ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ക്ലിപ്പ് ഇട്ട് കളിക്കണ്ടല്ലോ. കാണുന്നവരുടെ മുന്നിൽ എന്നും പോയി തല കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ വിഷയത്തിന്മേലുള്ള എന്റെ ആഗ്രഹത്തിന് മീരെ ദൈവത്തിന്റെ തീരുമാനം ഞാൻ അറിഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി ഈ വചനം ചിലരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില നിസ്സാര വിഷയങ്ങൾ ചിലരുടെ ആത്മതലങ്ങളെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി വചനം കേട്ട ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ശക്തമായി ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിപ്പെടണം. പുറമേയുള്ളവൻ ക്ഷയിച്ചാലും ചില കഷ്ടങ്ങൾ തുടരേണ്ടി വന്നാലും തളരരുത്. ഉടയാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നയാകാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ ചില കഷ്ടങ്ങളിൽ അകപ്പെടുമ്പോൾ ആമേൻ പറഞ്ഞോണെങ്കിൽ, കാരണം അത് കരുത്തു പകരാനാണ്. അത് ബലമേ. ഞാൻ ഇപ്പൊ നമ്മുടെ മീറ്റിങ്ങിൽ ബിജോ പാസെ ഇപ്പൊ ഇന്ന് ദാനിയേൽ വരികയാണ്. നമ്മൾ ഈ മൈക്ക് ദാനിയേലിന് സിംഹത്തിന്റെ ഗുഹയെ വീണ സാക്ഷ്യം പറയാൻ. പക്ഷെ ഞാൻ ആ മൈക്ക് സിംഹത്തിന് കൊടുക്കുകയാണ്. സിംഹത്തിന് എന്തോ പറയാനുണ്ട്. സിംഹം പറയും, എന്റെ ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ വന്നു വീണിട്ട് തിരിച്ചതേ ആരോഗ്യത്തോടെ പോകുന്നത്. ഇടാൻ പറഞ്ഞു ഉത്തരവിട്ടവൻ വന്ന് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ എന്ന് പറഞ്ഞ് ഗുഹയ്ക്കകത്ത് ഇട്ടവനെ തിരിച്ച് പേര് ചൊല്ലി വിളിച്ച് കയറ്റിക്കൊണ്ടു പോകുന്ന ചരിത്ര സംഭവമാണ്. നമ്മളെ തകർക്കാനല്ല, ചില ഇടങ്ങളെ പണിയിക്കാനും അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്താനൊക്കെയാണ് ഈ വേദനയിലൂടെ കടത്തിവിടുന്നത്. ഇതൊരു ടൂളാണ്. ഇതൊരു ആയുധം മാത്രമാണ്. അതിനെ ഉപയോഗിക്കേണ്ടത് പിശാചല്ല, ദൈവമാണ്. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീര് അത് കർത്താവിന്റെ അടുക്കൽ വരെ എത്താവൂ. ബൗണ്ടറി, കണ്ണുനീരിന്റെ ആ ലെങ്ത് പിശാച് നിയന്ത്രിക്കരുത് കേട്ടോ. കണ്ണുനീരിന്റെ ദൈർഘ്യം, സമയദൈർഘ്യം, അധികമായതെല്ലാം ദുഷ്ടന്റെ പ്രോഡക്റ്റ് ആണ്, പിശാചിന്റെ പരിപാടിയാണ്. ഭൗതിക തലങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മീക തലങ്ങളെ എതിർക്കുക. ആത്മീയ തലങ്ങളെ നമ്മൾ പിന്നെ ഭൗതികത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. ആത്മമനുഷ്യൻ ശ്വാസം കിട്ടാതെ, ആത്മമനുഷ്യന് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഈ ജഡത്തെയും ഇതിനുള്ളതും കേട്ടിപ്പം ആത്മമനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ല. എന്നാൽ ഇന്ന് രാത്രി പറയാം, അതല്ലേ എബ്രായ ബാലന്മാരോട് ചെയ്തത്. നിങ്ങൾ ഈ ദൈവത്തെ, ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ കത്തിച്ചു കളയും. ജഡപ്രകാരം ഒരു പ്രോബ്ലം കൊണ്ടിട്ടിട്ട് ആത്മതലങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുക. അവരതിൽ വറി ചെയ്തില്ല. അവർ എടുത്ത തീരുമാനം സ്ട്രോങ് ആയിരുന്നു. അവരുടെ തീരുമാനം അവരുടെ തീ കുറയ്ക്കുകയൊന്നും ചെയ്തില്ല. അവരുടെ തീരുമാനം തീയുടെ ആഴം കൂട്ടി. അവരുടെ തീരുമാനം അവരുടെ മുമ്പിൽ അധികം ഭയം വരുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയെങ്കിലും ഒരു ചെറുപുഞ്ചിരിയോടെ അവർ തീയിലേക്ക് നടന്നു. അവർ വിടുതൽ മോഹിച്ചില്ല കേട്ടോ. അവർ വിടുതൽ ഇമാജിൻ ചെയ്തില്ല കേട്ടോ. രാത്രി ദൈവജനത്തോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിടുതലുകളെ ഇമാജിൻ ചെയ്യരുത്, ഭാവന കാണരുത്. വിശ്വാസം ഉറപ്പിക്ക്. അത് കിട്ടും എന്നുള്ളതിനപ്പുറം അതിന്റെ നടുവിലും നിന്നെ തകർക്കയില്ല എന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിൽ ആ വിശ്വാസം വർദ്ധിക്കട്ടെ. എത്ര പേര് ഇന്ന് രാത്രി വചനത്തെ ആഴമായി ഉൾക്കൊള്ളുന്നുണ്ട്? ദൈവമക്കളെ, ഇന്ന് രാത്രി കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ്. പുറമേയുള്ള വിഷയങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആത്മമണ്ഡലങ്ങൾക്കെതിരെ വളരെ വ്യക്തമായി ദൈവാത്മാവ് പറഞ്ഞു. ഒരിക്കൽ ദൂത് പറഞ്ഞവർ
ഒരിക്കൽ വെളിപ്പാട് പറഞ്ഞവർ, ഒരിക്കൽ കൃപാവരങ്ങളിൽ ജ്വലിച്ചവർ, അവരവരുടെ ഭൗതിക തലങ്ങളിലെ വിഷയങ്ങളിൽ കുടുങ്ങി വെളിപ്പാടിൽ അവൻ മങ്ങലേറ്റവരെ പോലെ പ്രാർത്ഥിച്ച്, ഞാൻ എന്തിനാ, എനിക്കോ വിടുതലില്ല, ഞാൻ ദൂത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ വെളിപ്പാട് പറഞ്ഞാൽ അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളും, പലതിന് സ്വയം മാർക്കിട്ട് നാം നമ്മിൽ തന്നെ ഒതുങ്ങുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു ജനത്തോട്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം. പുറമേയുള്ളവനെ അടിമത്വം കൊടുക്കുക, ഈ ശരീരത്തെ പോഷിപ്പിക്കുന്ന ചിന്താഗതി മാറ്റുക, ഇതിനെ ദാസ്യത്വം കൊടുത്തിട്ട് ആത്മമനുഷ്യന് ഉടമസ്ഥാവകാശം കൊടുക്ക്. അവൻ കരുത്തു പ്രാപിക്കട്ടെ, വെളിപ്പാടിൽ വർദ്ധിക്കട്ടെ. ചങ്ങലെ കിടക്കുമ്പോഴും ധൈര്യപ്പെടുക എന്നുള്ള ഉപദേശം പറയണമെങ്കിൽ, സന്തോഷിക്കുക എന്നുള്ള ഉപദേശം പറയണമെങ്കിൽ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഏതിരുന്നാലും ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് തൊടുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും ഉടാരബ ശാന്തനാരബ ആർദ്ധന റബസ്യാന്തനാദിയ. പുറമെയുള്ള വിഷയങ്ങളെ പ്രതി നിങ്ങൾ തളരരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൗതികം, പണത്തെ ആശ്രയിക്കരുത്, പണത്തിന്റെ പിന്നാലെ ഓടരുതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പണം വേണ്ടെന്ന് വെക്കണമെന്നല്ല. നിങ്ങളെ സംബന്ധിച്ച, ശരീരം സംബന്ധിച്ച, ആത്മാവ് സംബന്ധിച്ച സകലത്തിന്മേലും മുഴുവൻ ഉത്തരവാദിത്വമുള്ള ദൈവത്തെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റും പ്രകാരം ഒന്നും അല്ലെന്നേ ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾ എഴുതിയ ലിസ്റ്റിൽ മാക്സിമം പോയാൽ 2 പേജ് താഴെ അല്ലേ? പക്ഷേ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത വിഷയങ്ങൾ കൂടെ വിശ്വസ്തത പുലർത്തി നമ്മളെ കാക്കുന്ന നല്ല ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. നമ്മുടെ ഓവർ ടെൻഷൻ കർത്താവ് ഇടപെടുകയില്ല. വാഗ്ദത്തമുണ്ട്, ദൂതുണ്ട്, അരുളപ്പാടുണ്ട്, യേശുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ടെൻഷൻ ഒരു കുറവുമില്ല. അധിക ടെൻഷനിലൊന്നും കർത്താവ് കൈകടത്തുകയില്ല. ഒന്ന് അർപ്പിക്കാമോ? സ്വയം വിധേയപ്പെടാമോ? അമിത ഭയങ്ങളല്ലേ ഇന്ന് രാത്രി മാറട്ടെ. നമ്മുടെ വൈകാരിക തലങ്ങളെ നമ്മൾക്കെതിരെയുള്ള ആയുധങ്ങളാക്കി പോരാടാൻ ശ്രമിക്കുമ്പോൾ കഷ്ടങ്ങളെ, വേദനകളെ, മുടക്കങ്ങളെ, പ്രതിസന്ധികളെ നമ്മളെ ആത്മാവിൽ തളർത്തിക്കളയാൻ ഒരാത്മാവിനെതിരെയുള്ള ആയുധമായി പിശാചിനെ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ചെറുത്ത് നിൽക്കാനുള്ള കരുത്തോടെ ഇന്ന് രാത്രി ദൈവജനം പുറത്തു വരട്ടെ. എല്ലാവരുടെയും അധരങ്ങൾ തുറക്കട്ടെ. ഉടാരബ ശാന്തനാരബ അഠൽമന റബധുനി അർദ്ധനാദനാദിയ. ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് രാത്രി തൊടുകയാണ്. വലിയ ശുശ്രൂഷകൾ ഏറ്റെടുത്തിട്ട്, വലിയ നിയോഗങ്ങൾ ഏറ്റെടുത്തിട്ട്, നിസാര വേദനകളിൽ, നിസാര പ്രതിസന്ധികളിൽ, അമിത തളർച്ച, അമിതമായി തകർക്കുന്ന നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷത്തെ പോലും നിയന്ത്രിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി വ്യക്തികളെ വിട്ടഴിഞ്ഞു മാറട്ടെ. ആർദ്ധന റബ ശാന്തനാദരാദിയ ആർദ്ധന റബ തോനിയാരബ. നമുക്ക് ആത്മാവിൽ പുറത്തു വരാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ അധരങ്ങൾ തുറന്ന് അല്പനിമിഷം അന്യഭാഷയിൽ സ്തോത്രം ചെയ്തു തുടങ്ങണം. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ വെളിപ്പാടോടെ നിങ്ങൾ ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തിന്റെ അടിമയാകാതെ അവിടെ വെളിപ്പാടോട് അതിനെ കണ്ടുണര്. അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉറവിടം എന്താണ്? ഒരു സാമ്പത്തിക പ്രശ്നം വന്നത് കണ്ടപ്പോഴേ അയ്യോ ഞാനിവിടെ പെട്ടുപോയെന്ന് പറഞ്ഞ് ആത്മതലങ്ങളെ ബലഹീനപ്പെടുത്തി അവൻ ജഡീകമായി അതിനെ പ്രതികരിക്കാതെ അതിനെ വെളിപ്പാടോടെ വീക്ഷിക്ക്. അതിന്റെ പിന്നിലെ ഉറവിടങ്ങളെ തിരിച്ചറിയ. എന്നിട്ട് അതിൽ നിന്ന് പരിഹാരമല്ല ജയം. ജയം. രോഗത്തിൽ നിന്ന് വെറും പരിഹാരമല്ല, ജയം. ഇന്ന് രാത്രി കർത്താവ് ചിലരെ തൊടുകയാണ്. രോഗബന്ധനങ്ങൾ, രോഗങ്ങളെ നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളാക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ചില വ്യക്തികളിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. കർത്താവ് ഇന്ന് രാത്രി ജനത്തെ തൊടുകയാണ്. അഭിഷിക്തന്മാരെ ദൈവാത്മാവ് ശുശ്രൂഷകൾക്ക് വേറൊരു വീര്യം പകരുകയാണ്. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ.
അകത്തെ മനുഷ്യന്റെ ദുർബലത, അകത്തെ മനുഷ്യന്റെ ആമേൻ തളർച്ചകൾ ഇന്ന് രാത്രി ആത്മാവിൽ പരിഹരിക്കപ്പെടട്ടെ. ഒരു പോരാട്ടത്തിനൊരുങ്ങാൻ, ഒരാത്മീയ യുദ്ധത്തിന് പിശാചിന്റെ തന്ത്രങ്ങളെ കണ്ടില്ല എന്ന് പിശാച് നമ്മളെ വെറുതെ അന്ധരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞോ കരഞ്ഞോ ഇനിയും കരഞ്ഞോ ഇനിയും കരഞ്ഞോ എന്ന് പറഞ്ഞ് ഓരോ സീസണില് ഓരോ കാര്യങ്ങൾ ഇട്ടു തന്ന് നമ്മളെ ഇങ്ങനെ പിശാച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായി ഭയപ്പെടാനോ അനാവശ്യമായി നിലവിളിക്കാനോ ഇനി നമ്മളെ പ്രതിയുള്ള വിഷയങ്ങളിൽ അമിതമായി ആശങ്കപ്പെടാനോ ഞാനില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ആത്മാവിൽ ജയം ഏറ്റെടുത്ത് ഓ രവാധന രവാ ശാന്തനാഥന കുടുംബങ്ങൾ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് തൊടുകയാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അവൻ ഓരോ ഡിവൈസുകൾ, ഓരോ ദൈവദാസന്മാർ, ഓരോ കുടുംബങ്ങൾ ഇന്ന് രാത്രി പുറത്തു വരികയാണ്. ശരവ രവതനാദന ഭൗതിക തലങ്ങൾ വളരെ സ്ട്രെസ് കൊണ്ടുവന്ന് അമിത ഭാരം കൊണ്ടുവന്ന് അമേൻ പലപ്പോഴും വിശ്വാസത്തിന്റെ അമേൻ ആ വീര്യം എവിടെയൊക്കെയോ കുറഞ്ഞു പോകുന്നു. ഇന്ന് രാത്രി ഇത് പരിഹരിക്കപ്പെടട്ടെ. തീയാണെന്നറിയുമ്പോഴും തീരുമാനത്തിന് മാറ്റമില്ലാതെ അടിയുറച്ചു നിൽക്കുന്ന, തീയുടെ അളവ് വർദ്ധിക്കുന്നു എന്നറിയുമ്പോഴും തളരാതെ നിൽക്കുന്ന ഒരാത്മ നിറവ് അതിന്ന് രാത്രി നമ്മുടെ മേൽ കർത്താവ് തന്നെ ജനത്തെ തൊടുകയാണ്. കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് യഥാർത്ഥ കാഴ്ചപ്പാടുള്ളവരാക്കി ഞങ്ങൾ ദൈവം മാറ്റണം. പിശാചിന്റെ യുദ്ധതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അത് കണ്ട് വെറും ജാതികളെ പോലെ ആമേൻ വെറും ലൗകികന്മാരെ പോലെ ലോകത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പിശാച് ഞങ്ങളെ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന, പാട്ട്, പ്രാർത്ഥന, ഉപവാസം, കണ്ണുനീര്, പ്രവചനങ്ങൾ, കൃപാവരങ്ങൾ ഇവയെല്ലാം ലോകത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന, ലൗകികരെ പോലെ പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ആ മണ്ഡലങ്ങളെല്ലാം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ജനം പുറത്തു വരട്ടെ. ആത്മാവിൽ ജനത്തിന്റെ ജയം ദൈവം നൽകണം. കാര്യസാധ്യമല്ല കർത്താവേ, ഈ ദിനങ്ങളിലെ പ്രാർത്ഥന ജനത്തിന് ഒരു ജയം നൽകിക്കൊണ്ട്, ജയം എല്ലാവർക്കും ഇല്ല കേട്ടോ, ജയം യോദ്ധാവിനുള്ളതാണ്. പോരാടാൻ അർപ്പിക്കപ്പെടുന്നവർക്കാണ് ജയമുള്ളത്. ആ ജയത്തിലേക്ക് തന്നെ ജനത്തെ ദൈവം നയിക്കുന്നതിനാൽ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് മഹത്വം കൊടുക്കാമോ? ഇന്ന് രാത്രി കർത്താവ് തന്നെ ജനത്തെ ആമേൻ ഒരു കൂട് പൊട്ടിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ്. കാഴ്ചപ്പാടുകൾക്കും ആത്മതരങ്ങൾക്കും ഒരു മൂർച്ച പകർന്നു. നമ്മളെ വെറും രോഗി, നമ്മളെ ആലയത്തിനകത്തോട്ടും കൂട്ടായ്മ ചെയ്ത് വെറും രോഗിയാക്കി, കടഭാരമുള്ളവരാക്കി ഇങ്ങനെ ഭാരം വെച്ച് കെട്ടി കയറ്റിവിടുമ്പോൾ അതിനെ കുടഞ്ഞു കളഞ്ഞ് ആത്മാവിൽ പോരാടുന്ന ഒരു യോദ്ധാവായി നമുക്ക് പുറത്തു വരാം. അതിനായി ആഹ്വാനം ചെയ്തു കർത്താവിന്റെ ദാസൻ ബിജോ പാസ്റ്ററോട് നന്ദിയും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.